Welcome to episode 3 of How to Prepare Your ATS Friendly Resume. And this is Josna, your soft skill trainer with 5 years of experience. So, എപ്പിസോഡ് 1ലും 2ലും ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളൊരു ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ലൈക്ക് എന്താണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട ഫോണ്ടുകൾ, എത്ര ഫോൺ സൈസ് വരെ പോകാം, അതേപോലെ തന്നെ ഫോട്ടോ യൂസ് ചെയ്യണോ, ആൻഡ് ഓൾസോ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ സ്കോർ വെരിഫൈ ചെയ്യാം. ആൻഡ് ഇത് ലാസ്റ്റ് വരെ കാണുന്ന ആൾക്കാർക്ക് ഒരു ബോണസ് ടിപ്പും കൂടി ഉണ്ട്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ഈ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഹിറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ബിക്കോസ് ഇന്റർവ്യൂ റിലേറ്റഡും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ്സ് ഇനിയും ഈ ചാനലിൽ വരാനുണ്ട്. സോ യു ഡോണ്ട് മിസ് ദം. സോ നമ്പർ 1, ഫോൺ സൈസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരു സബ് ഹെഡിങ് ആണെങ്കിൽ ഒരു 14-15 യൂസ് ചെയ്യുന്നത് ഓക്കെയാണ്. അതേപോലെ തന്നെ ബാക്കി എല്ലാ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ടെക്സ്റ്റുകൾക്ക് ഒരു 10-12 റേഞ്ചിലേക്ക് നിങ്ങൾ ഫോൺ സൈസ് ഫിക്സ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ പേര് അങ്ങനെയുള്ള മേജർ ഹെഡിങ്സ് ഒക്കെ ഒരു 16-18 എന്നുള്ള രീതിയിലേക്കും സെറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ്, ഏതൊക്കെ ഫോണ്ടുകളാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് പഠിക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ട് ഐ എം ലുക്കിംഗ് ആൻഡ് റീഡിങ്. നമുക്ക് കാൽബ്രി, ഏരിയൽ, ഹെൽവെറ്റിക്ക, കാംബ്രിയ, ടൈംസ് ന്യൂ റോമൻ ഇതുപോലുള്ള ഫോണ്ടുകളൊക്കെ ATS ഫ്രണ്ട്ലി ആണ്. യു ക്യാൻ യൂസ്. ഇനി എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് റെസ്യൂമേൽ ഫോട്ടോ വേണോ വേണ്ടയോ എന്നുള്ളത്. സോ ഞാൻ പറയാണ്, നിങ്ങൾ 2 രീതിയിലുള്ള റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ നല്ലതാണ്. ഒരു റെസ്യൂമെ വിത്തൗട്ട് ഫോട്ടോയും ഒരു റെസ്യൂമെ വിത്ത് ഫോട്ടോയും സെറ്റ് ചെയ്യുക. സോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം മെഷീൻ ത്രൂ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഈസി അപ്ലൈ പോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ വെക്കാത്തതാണ് നല്ലത്. ബിക്കോസ് മെഷീൻ ഡസൻ റീഡ് ഫോട്ടോഗ്രാഫ്. സോ ATS ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോട്ടോ ഉള്ള റെസ്യൂമേസ് കീപ്പ് ചെയ്യേണ്ട. പക്ഷെ നിങ്ങളൊരു ഡയറക്റ്റ് വാക്ക് ഇൻ ഇന്റർവ്യൂവിനാണ് പോകുന്നത്. മേ ബി നിങ്ങൾ CV ഡ്രോപ്പിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാക്ക് ഇൻ ഡ്രൈവ് ഉണ്ട്. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു റെസ്യൂമെ ക്യാരി ചെയ്താൽ നന്നായിരിക്കും. ബിക്കോസ് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടും നിങ്ങളുടെ റെസ്യൂമെ കാണുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് അവർ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യും. ഐ ബിലീവ് യു ഗോട്ട് ആൻ ഐഡിയ. ഫോട്ടോ ഉള്ളത് അല്ലെങ്കിൽ ഫോട്ടോ വേണോ വേണ്ടിയോ എന്നുള്ളത്. ATS ഫ്രണ്ട്ലി റെസ്യൂമെയിൽ ഫോട്ടോ മാൻഡേറ്ററി അല്ല. ഫോട്ടോ ഇല്ലാത്ത അയച്ചാൽ മതി. അതിപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോ മാൻഡേറ്ററി അല്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ ഡയറക്റ്റ് ഓഫീസിലൊക്കെ പോകുമ്പോൾ നിങ്ങളൊരു കയ്യിലൊരു കോപ്പി കരുതാറുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോട്ടോ ഉള്ളത് വേണമെങ്കിൽ പിടിച്ചോളൂ. റെസ്യൂമേസ് എത്ര പേജ് വേണം എന്നുള്ളത് ചോദിക്കാറുണ്ട്. 1 പേജിൽ കൂടുതലായ പ്രശ്നമുണ്ടോ എന്നുള്ളത്. നിങ്ങളൊരു ഫ്രഷർ ആണ്, ഒരു 1 ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളൂ എങ്കിൽ ഒരു 1 പേജുള്ള റെസ്യൂമേ ആണ് എപ്പോഴും സ്റ്റാൻഡേർഡ് റെസ്യൂമേ. പക്ഷെ ഒരു 5 ഇയർ പ്ലസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ലെവലിലൊക്കെ ഒരുപാട് എഴുതാനുണ്ടാവും. സോ ഒരു 1-2 പേജസ് ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതിൽ കൂടുതലേക്ക് നിങ്ങൾ റെസ്യൂമേ വെക്കണ്ട. അപ്പോൾ ഒരു 2 പേജ് 1 പേജ് ഇതാണ് റെസ്യൂമേയുടെ ഒരു പേജ് കൗണ്ട് കേട്ടോ. ATS സ്കോർ എന്താണ്, ATS സ്കോറുകൾ എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഒരു 75% അബോവ് ആണ് ATSൽ ഏറ്റവും അടിപൊളി സ്കോർ. ഈ 75ഉം 75ൽ അബോവ്. അപ്പൊ പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, മാം ഞാൻ പല പല ടൂളുകളിൽ നോക്കുമ്പോൾ പല പല സ്കോറുകളാണ് വരാറ്, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം, ഈ ATS ഒക്കെ വെരിഫൈ ചെയ്യുന്ന ടൂളുകൾ ഓരോരുത്തർ ഉണ്ടാക്കിയതാണ്. അവരുടെ മെട്രിക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഒരു ATS വെരിഫൈ ചെയ്ത സമയത്തിന്റെ റെസ്യൂമിന്റെ സ്കോർ 70 അബവ് കിട്ടി. ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൽ കുറയാറും ചാൻസ് ഉണ്ട്. അപ്പം അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാണോ വെരിഫിക്കേഷൻ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, അതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പം ഞാൻ കുറച്ച് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഒന്ന് റെസ്യൂമെ വേർഡഡ്, നെക്സ്റ്റ് skillsinger.com, തേർഡ് ഇസ് എൻഹാൻസ് CV, ഫോർത്ത് ഇസ് ജോബ് സ്കാൻ. എന്നോട് ഇതിൽ ഏതാണ് പേഴ്സണൽ പിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറെ ആയിട്ട് യൂസ് ചെയ്യുന്നത് skillsinger.com ആണ്. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ChatGPTയിലേക്ക് മാറിയിട്ടുണ്ട്. ChatGPT തന്നെ ഞാനിപ്പം റെസ്യൂമെ ടൈലർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ തന്നെ എനിക്ക് സ്കോർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ChatGPT തന്നെ നിങ്ങൾ അതിനനുസരിച്ച് ടൈലർ ചെയ്യുമ്പോഴത്തേക്കും, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് റെസ്യൂമെ ടൈലർ ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു ദ ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് സ്കോറും കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ഒന്നുകൂടെ പഠിച്ചോളൂ. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, ഇതിന് മുമ്പുള്ള ട്യൂട്ടോറിയൽസ് ഒന്നും കാണാതെ ഫസ്റ്റ് ടൈം ഈ വീഡിയോ ആണ് ആദ്യം നിങ്ങൾ കാണുന്നെങ്കിൽ, ഡു കൺസിഡർ വാച്ചിങ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ATS റെസ്യൂമെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ബോണസ് ടിപ്പായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള റെസ്യൂമേസ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ബ്ലൂ, ഒരു സൈഡിൽ ഗ്രേ, ആൻഡ് ഹെഡിങ്ങുകളൊക്കെ പല പല കളേഴ്സിൽ അണ്ടർലൈൻ ചെയ്യുക. ഒരു മിനിമൽ ആണ് എപ്പോഴും നല്ലത്. ഐ വുഡ് സേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിൻ്റെ ഇടയിൽ മാർജിൻസ് അടക്കം ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്യുക തീമായിട്ട്. ആൻഡ് ടേബിൾസ്, അതല്ലാതെ ചില ഐക്കൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം ലാംഗ്വേജ് ലെവൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലൈഡിനകത്ത് ഇങ്ങനെ എത്ര ലെവൽ
ഇത്ര ലെവൽ എന്നുള്ള രീതിയിലൊക്കെ അതിലേക്ക് സ്റ്റാറിൽ കളേർഡ് ആയിട്ടുള്ള രീതിയിലേക്ക്. പക്ഷെ ഇതൊന്നും ATS റീഡ് ചെയ്യില്ല. ഇതൊരു മെഷീനാണ്. അപ്പൊ ആ മെഷീന് റീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ചെയ്യുള്ളൂ. അപ്പം ലാസ്റ്റ് വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് ATS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു സോഫ്റ്റ്വെയർ ആണ് റിക്രൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് റെസ്യൂമേസ് ഓരോരോ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് അവരിലേക്ക് എത്തേണ്ട കൃത്യമായിട്ടുള്ള റെസ്യൂമേസ് മാത്രം എത്തിക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്. സോ ATS എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള കീവേഡുകളാണ് സെർച്ച് ചെയ്യുന്നത്. സോ നിങ്ങളുടെ റെസ്യൂമേൽ ഇതുപോലുള്ള കീവേഡ്സ് ഉണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇനിയെങ്കിലും ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് മടി പിടിച്ചിട്ട് എല്ലാ കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൾസ് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സോ ഇത് നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ്, ബിക്കോസ് യുവർ ആപ്ലിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെസ്യൂമെ പ്രോപ്പർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾസ് കിട്ടുള്ളൂ. ഇന്റർവ്യൂ കോൾസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒരു 2 മന്ത്സിനുള്ളിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് കോൺഫിഡൻസ് പ്രസന്റേഷൻ ഒക്കെ ഒന്നുകൂടെ റെഡിയാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, വി ആർ പ്രൊവൈഡിങ് 2 months കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർവ്യൂ ട്രെയിനിങ് ക്ലാസ്സസ്. ആൻഡ് പുതിയ ബാച്ച് November 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും നമ്മളുടെ ബയോയിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്താൽ ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഫോമുകളുണ്ട്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ടീം നിങ്ങളെ വിളിച്ച് സംസാരിക്കും. സോ വിത്ത് ദിസ് ഐ എം വൈൻഡിങ് അപ്പ് ടുഡേയ്സ് വീഡിയോ. ഇനി നിങ്ങൾക്ക് റെസ്യൂമെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോമെന്റ് സെക്ഷനിൽ ഡോട്ട് ചെയ്യുക. അതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്ത് തരാം. അതേപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് എൻ്റെ അടുത്ത് നിന്ന്, ഇനിയിപ്പം ഏത് ട്യൂട്ടോറിയലാണ് ഷെയർ ചെയ്യേണ്ടതെന്നും കൂടെ കോമെന്റ് സെക്ഷനിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമുക്ക് കോണ്ടന്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. I hope these videos are helping you guys as well. So stay tuned for the next video, and I hope you guys started working on your interview skills. And until next video, bye.